വിശേഷങ്ങൾ ഇപ്പോൾ അറിയാലോ, പുതിയ പടം കഴിഞ്ഞു. 916 കുഞ്ഞൂട്ടൻ കുഞ്ഞുട്ടൻ റിലീസ് ചെയ്തില്ലേ? അത്യാവശ്യം റിലീസ് ചെയ്തു. വളരെ നല്ല രീതിയിൽ ആ പടം സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പോൾ അതിന് ഉടനെ OTT-യിലേക്ക് വരും. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ പ്രധാന വേഷം ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് അത്യാവശ്യം നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അതിൽ സന്തോഷം. അതാണ് സന്തോഷം. എനിക്ക് പക്രുചേട്ടനെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നൊരു ഡയലോഗ് എന്താണെന്നറിയോ? കുഞ്ഞുവിൻ്റെ മോനെ പോവല്ലേ. ആ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര പക്രുചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ബിഗ് ഫാദറിൽ ജയറാമേട്ടൻ്റെ ആ ഒരു അപ്പച്ചനായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. അപ്പം പക്രുചേട്ടൻ തന്നെ ചെയ്തിട്ടുള്ള ഇഷ്ടമുള്ളൊരു കഥാപാത്രം ചോദിച്ചാൽ ഏതായിരിക്കും പറയാനുണ്ടാവുക? അങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട അത്ഭുതദ്വീപിലെ ക്യാരക്ടർ ബിഗ് ഫാദറിലെ പറഞ്ഞ പോലെ. പിന്നെ ഇളയരാജ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു മാധവ് സാറിന്റെ ക്യാരക്ടർ ഇഷ്ടമാണ്. ഒരുപാടുള്ളത് കൊണ്ട് ഇങ്ങനെ ഓർത്തെടുത്ത് പറയണമല്ലോ. പിന്നെ ഇനി നമുക്ക് അമ്മയുടെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് വരാം. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ് വിചാരിച്ച് വന്നിരിക്കുന്നത്? അല്ല, അമ്മയുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ എല്ലാവരെയും കാണുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന മുതിർന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെയൊന്നും എല്ലാ ഇതിലും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ വരുമ്പോൾ അവരെ കാണുക, അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ അനുഗ്രഹമൊക്കെ മേടി, അല്ലെങ്കിൽ സന്തോഷം രേഖപ്പെടുത്തുക, അവരോടൊപ്പം കുറച്ച് സമയം അവരുടെ വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ കേൾക്കുക. ഒപ്പം തന്നെ പിന്നെ അസോസിയേഷൻ്റെ ഓരോ ജനറൽ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല തീരുമാനങ്ങളുണ്ടാവും, എല്ലാവർക്കും ഊർജം തരുന്ന കലാകാരന്മാർക്ക്, ആർട്ടിസ്റ്റുകൾക്ക്. അപ്പോൾ അങ്ങനെ പോകുമ്പം എല്ലാ തരത്തിലും നോക്കുമ്പോഴത്തേക്കിന് ഈ അസോസിയേഷൻ്റെ വർഷത്തിൽ ഒരു ദിവസത്തെ ഈ ഒരു മീറ്റിംഗ് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് നമ്മുടെ പക്രുചേട്ടനും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ അമ്മയിലുണ്ടായിരുന്ന ഒരു ചെറിയ സാഹചര്യങ്ങളൊക്കെ മാറി ഒരു പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകൃതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതേ കമ്മിറ്റി തന്നെ തുടരണമെന്നാണോ അതോ ഒരു പുതിയ ആൾക്കാർ വരണമെന്നാണോ? എന്താണ് പക്രുചേട്ടൻ്റെ അഭിപ്രായം? എന്താ? ഇത് ജനറൽ ബോഡി അല്ലേ, ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് തുടങ്ങും, ജനറൽ ബോഡിയുടെ ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്കകത്ത് നിന്നിട്ട് എന്താണ് എന്നുള്ളത് അവർ ചോദിക്കുമ്പോൾ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം ഞാൻ നല്ല നീറ്റായിട്ട് ഉത്തരം പറഞ്ഞു. കാരണം മറിച്ചൊരു അഭിപ്രായം ഇല്ല. അല്ലാതെ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടും കാര്യമില്ല. ജനറൽ ബോഡി തീരുമാനിക്കണം. അപ്പോൾ എന്തായാലും നല്ല നല്ല തീരുമാനങ്ങൾ വരട്ടെ, നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ കണ്ടുമുട്ടിയിൽ ഒരുപാട് സന്തോഷം. എനിക്കറിയാം അങ്ങോട്ട് പോകാനുള്ള തിക്കും തിരക്കിലാണ്, പക്ഷെ ഒരു ഫ്യൂ വേർഡ്സ് എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനുള്ള? വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെന്റ് ഫീലിംഗ്? എക്സൈറ്റ്മെൻറ്റ് ഓരോ വർഷവും അമ്മയിലേക്ക് വരുമ്പോൾ പുതിയ കാര്യങ്ങൾ, ഓരോ എന്താ പറയുക, പുതിയ എൻ്റർടൈൻമെൻറ്റ്, എസ്പെഷ്യലി ഫാമിലി മീറ്റും അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് വരാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട്. മറ്റേ നമ്മൾ അമ്മയുടെ ഒരു മീറ്റിങ്ങിന് പോകുമല്ലേ, ബോറായിരിക്കും, ഒന്നും കേൾക്കാനൊന്നും താല്പര്യം. നമ്മൾ ഈ മീറ്റിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് റോളില്ലാത്ത പോലെ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇപ്പം മാറി, കുറച്ചുകൂടെ ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം പുതിയതായിട്ട് വന്നൊരു കമ്മിറ്റിയാണോ അങ്ങനെ ഒരു മാറ്റത്തിന് മുൻതൂക്കം കൊടുത്തെന്ന് ചോദിച്ചാൽ? തീർച്ചയായിട്ടും അവരും ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന ഫാമിലി മീറ്റിംഗ് ഞാൻ എടുത്ത് പറഞ്ഞല്ലോ, അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. ശരിക്കും ഫാമിലി ഇപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ വന്ന് ഇവരെ എല്ലാവരെയും ഒന്നിച്ച് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഇപ്പം ഇങ്ങനെ മീറ്റിംഗ് വയ്ക്കുമ്പോൾ ഒന്നും നമ്മൾ ഫാമിലിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോൾ ഫാമിലിക്ക് വേണ്ടി ഒരു മീറ്റ് അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് വന്ന് എല്ലാ ആർട്ടിസ്റ്റിനെയും ഒന്നിച്ച് കാണുക, അവരുടെ സന്തോഷമല്ലേ. എല്ലാവരും ഒരുമിച്ച് കാണുന്നതിനോടൊപ്പം അല്ലേ ഒരു വലിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ. നമുക്കൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്യും. എവിടെ നിന്നൊക്കെയോ നമ്മൾക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലുണ്ടാവും. അപ്പം എനിക്കറിയാം മീറ്റിംഗ് തുടക്കേണ്ട ഭയങ്കര തിരക്കിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വിടാം. എങ്ങനെയാണ് ഈ മീറ്റിംഗിൽ നമ്മുടെ പഴയ കമ്മിറ്റി തുടരുമോ, അതൊരു പുതിയ കമ്മിറ്റിക്ക് സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുള്ളത്? എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഞാൻ മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പോകും, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു കാര്യത്തിലും ഒന്നും ഇടപെടാറില്ല. അപ്പം എന്തായാലും മീറ്റിംഗ് അടിപൊളിയായിട്ട് നടക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു. വീണ്ടും വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വീണ്ടും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം എത്തിയിരിക്കുകയാണ്. നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കുന്നതാണ്. ഇന്ന് വന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇന്ന് വന്നത് എല്ലാ പ്രാവശ്യം എല്ലാവരെയും ഒന്ന് കാണാം. എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരുണ്ട്, പിന്നെ കഴിഞ്ഞ വർഷം കണ്ടവരുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് കാണുന്ന ഒരു സന്തോഷമാണ് നമുക്ക്. എത്രയോ എല്ലാ വർഷവും നമ്മുടെ കൂടെ സഹകരിച്ചവരും ഇനി പിന്നെ ന്യൂ ജനറേഷൻ പിള്ളേരും അവരൊക്കെയാണ് സഹകരിച്ചിട്ടില്ല. അപ്പോൾ അവരൊക്കെ ആയിട്ട് കാണുന്നൊരു സന്തോഷം. അപ്പോൾ അവരുടെ അഭിനയങ്ങളൊക്കെ നമ്മൾ TV കണ്ടിട്ട്
അവരെ ഇപ്പം നേരിട്ട് കൊച്ചു പിള്ളേരല്ല, അവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ന്യൂ ജനറേഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ എത്ര വർഷമായിട്ട് നമ്മുടെ സംഘടനയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്? ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര 19 വർഷമായെന്ന് തോന്നുന്നു തുടങ്ങി. ഇത്രയും വർഷമായിട്ട് 35 വർഷമായിട്ട് 35 വർഷമായിട്ട് ഞാൻ ജോയിൻ ചെയ്ത അപ്പോഴും മുതൽ ഞാൻ വരാറുണ്ട്. എല്ലാ മീറ്റിങ്ങുകൾക്കും എല്ലാ മീറ്റിംഗ് ചില സമയം ചില എന്തെങ്കിലും കാരണവശാൽ വരാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ മാത്രം, ബാക്കി എല്ലാ ഈ മീറ്റിംഗും. മീറ്റിംഗിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ കാണണം, എന്ത് കാണണമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാരെയും കാണണമെന്ന് എനിക്കറിയാം, എന്നാലും ഒരാളായിട്ട് അങ്ങനെ ഇല്ല. കാരണം പ്രത്യേകിച്ച് തന്നെ എല്ലാവരെയും കാണുന്നതല്ലേ, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പുതിയ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും അവരെ കാണണം. ആ പുതിയ പിള്ളേരെ കാണുമ്പോഴത്തേക്കും നമ്മളെ കൂടെ സഹകരിക്കാത്ത അല്ലാത്ത പിള്ളേരില്ലേ, ഇപ്പോഴത്തെ പിള്ളേരെ കാണണമെന്ന് ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും അവരൊക്കെ കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറയാം. അപ്പൊ ഈ ഒരു സമയം കുറച്ച് സമയം നമ്മുടെ കൂടെ മാറ്റി വെച്ചാൽ സന്തോഷം. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.